ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു വലിയ ലോങ് വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ. അത് വാൾപ്പാറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്താലും ഇടാൻ വഴുകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയൊക്കെ വന്നപ്പോൾ ഞാൻ പ്രയോറിറ്റി ഉണ്ണികൾക്ക് കൊടുത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്തായാലും വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പോയതൊരു 3 മണിയോടൊക്കെ കൂടിയിട്ടാണ് നമ്മൾ 3 മണി 2:30 ആ ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളൊരു 1 മണി 1:30 ആ ടൈമിലൊക്കെ നീറ്റ് ഫ്രഷായിട്ട് ട്രിപ്പ് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം നേരത്തെ ഉണ്ണികളൊക്കെ പ്രിപ്പയർ ചെയ്ത് പാലൊക്കെ റെഡിയാക്കി നമ്മൾ പോവാണ് കേട്ടോ. നല്ല രസമായിരുന്നു ട്രിപ്പ്. പിന്നെ എന്താ വെച്ചാൽ മോൾക്ക് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് അടിപൊളിയായി തോന്നി. അവൾക്ക് കുറച്ചെത്തിയപ്പോൾ അവൾക്ക് മടുപ്പായി, വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ല. അപ്പോൾ അവൾക്കൊരു ഇതുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മൾ പോയത് പാലക്കാട് കോവിലകം, അതുപോലെ തന്നെ പൊള്ളാച്ചി, ആ ഒരു വഴിയാണ് പോയത്. അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ പേര് ഞാൻ മറന്നു. അതിൻ്റെ വ്യൂ ആണ് ഇത് കേട്ടോ. നമ്മൾ ചുരം കയറുമ്പോൾ ആ ഡാം ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ നേരത്തെ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ സൺറൈസ് കാണാൻ എന്നുള്ളതായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സൺറൈസ് കാണാൻ പറ്റി. നല്ല വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക് കേട്ടോ. ലൈറ്റ് ഷാഡോ ഉണ്ടാ തടക്കളോട്ട് ഡ്രോണ വീഡിയോ എടുക്കട്ടെ. സൺറൈസ് എന്താ ഭംഗി. നോക്ക് പിന്നെ സൂര്യ ഉദിച്ചായിരുന്നു. നോക്ക് കണ്ടാ പരസ്പരം നോക്കുക. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്ന കുറേ ദൂരം കടന്നപ്പോൾ ചുരം കയറി കഴിഞ്ഞപ്പോൾ കയറി കഴിഞ്ഞെന്നല്ല, കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലത്തെ വ്യൂ ആണ് കിട്ടുക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. തേയില തോട്ടാണ് മൊത്തം. നല്ല രസമായിട്ട് ഇങ്ങനെ ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടുള്ള തേയിലത്തോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വണ്ടിയിൽ എന്താ പറയുക സംസാരിച്ചിട്ടും തമാശകൾ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാനും. പിന്നെ രാവിലെ ഒരു 7 മണി 7:15 ആ ടൈം ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് ഏരിയ ആണല്ലോ.
അപ്പോൾ ആ ഒരു എന്താ പറയുക സ്റ്റൈല് തമിഴന്മാരുടെ ആ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. എന്താ അവരുടെ ആ ഒരു അമ്പലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും അവരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള റൂട്ടായതുകൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറേ കാട്ടുപോത്തിനെയാണ് നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റിയത്. കുറേ കാട്ടുപോത്തിനെ കണ്ടു. പിന്നെ നമ്മൾ എന്താ പറയുക മങ്കീനെ കണ്ടു. പിന്നെ പ്രത്യേകിച്ച് ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അതിരപ്പള്ളി എത്തിയപ്പോൾ ആനേനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ. അപ്പോൾ നമ്മൾ കൂടുതലും കണ്ടത് കാട്ടുപോത്തിനാണ്. കാട്ടുപോത്തിനെ കണ്ടതിനൊരു ലിമിറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം എത്തിയപ്പോൾ നമ്മൾ ഒരു നല്ലൊരു സ്പോട്ട് എത്തിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയിട്ട് നേരെ ചായയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് നൈസ് ചായയൊക്കെ കുടിച്ചു. ഈ വണ്ടിയിലാണ് നമ്മൾ പോയത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ ദേ നിൽക്കുന്ന കാട്ടുപോത്തുകളെ കണ്ടു കേട്ടോ. നമ്മൾ വഴിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കാട്ടുപോത്തുകൾ നിൽക്കണ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടെന്ന് വിചാരിക്കുന്നു. 2-3 എണ്ണം ഉണ്ട്. അതിനൊക്കെ കണ്ടു. പിന്നെ പോകുന്ന വഴിക്ക് ഇതേ ഈ ഒരു സ്ഥലത്ത് കുറേ എണ്ണം ഉണ്ടായിരുന്നു. തെളിഞ്ഞ് കാണുന്നുണ്ടോയെന്നറിയില്ല. നേരെ ദൂരത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ഇത് കാണാം. അവരുടെ എന്താ പറയുക പുറം ഭാഗമായിട്ട് കുറച്ച് കാണാം. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിറച്ച് കാട്ടുപോത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ കുറച്ച് എന്താ പറയുക കാട്ടുപോത്തിനൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായിട്ട് ഈ സ്ഥലത്ത് വെച്ച് കാണാൻ പറ്റി. പിന്നെ നമ്മൾ നേരെ ഒരു ഡാമിലേക്കാണ് കേട്ടോ പോയത്. ഡാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമല്ല, സോറി, വാട്ടർഫാൾ കാണാനാണ് പോയത്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. കിടിലം വൈബാണ് അവിടെ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ എനിക്ക് സംസാരിച്ച് എന്താ പറയുക മോശമാക്കുന്നില്ല. ആ സ്ഥലം ഞങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് അത് കണ്ടു നോക്കിട്ടാ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ കുറേ നിറച്ച് എന്താ പറയുക കാട്ടുപോത്താണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വഴിയാണ് കേട്ടോ. ആ വഴീന് ചുറ്റിപ്പറ്റി ഫുള്ള് ഒരു കാട്ടുപോത്താണ്. ഞങ്ങൾ സംസാരിക്കായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ അവർക്ക് പേടി ഉണ്ടാവില്ലേ എന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 9 മണിയൊക്കെ ആവാറായപ്പോൾ, 9 മണിയല്ല 8:30-9 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഞങ്ങൾ വാൾപ്പാറ എന്താ പറയുക ടൗണിലെത്തി. ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്ന് പറയാം. വലിയ സംഭവമൊന്നുമല്ലായിരുന്നു. ദോശ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അത് ആകെ അലമ്പായി കിടക്കുകയാണ്. നിറച്ച് വേസ്റ്റൊക്കെ ഇട്ട്. അത് ശരിക്കും നല്ല തെളിഞ്ഞ വെള്ളം ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. കാരണം വെള്ളമിറങ്ങൽ അങ്ങനത്തെ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അത് കാണാൻ. പക്ഷെ അതിൽ മൊത്തം വേസ്റ്റ് ഇട്ടിട്ട് അത് നാശമാക്കി. അപ്പോൾ അതൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അടുത്ത് തന്നെ ആയിട്ട് ടീ ഷോപ്പ് ഉണ്ട്. ഈ കാണുന്ന ടീ ഷോപ്പ് കാണാൻ നല്ല രസമാണ്. ഇവിടെ നിന്നിട്ട് ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് അനിയും പറയുന്നത്. മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് നിന്നിട്ട് എന്നൊക്കെ പറയണ്ടായി. പിന്നെ നമ്മളിങ്ങനെ നേരെ കുറച്ച് ദൂരം ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വാട്ടർഫാൾ കാണാൻ പോവുക കേട്ടോ. അപ്പോൾ ഇത് ഈ ടൗണിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടൗണിൽ എവിടെയെങ്കിലും നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളുടെ എന്താ പറയുക നമ്മളെന്താ ബ്രൗഷർ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തരും. വല്ല ടൗണിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർഫാളുണ്ട്. ഞങ്ങൾ ഒരുപാട് വട്ടം നമ്മളെ വാൾപ്പാറ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഒരു വാട്ടർഫാൾ കാണാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. കുറേ വട്ടം പോകുമ്പോഴാണ് നമ്മൾ പല പ്രാവശ്യം പോകുമ്പോൾ പല സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ടൈമിൽ പോയ വഴിയിലാവും
റൂട്ടാവില്ല പിന്നെ വരുമ്പോൾ, പിന്നെ വേറെ റൂട്ടിൽ കൂടെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ വാട്ടർഫാളാണ് കാണാൻ പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, പോലീസ് സ്റ്റേഷനൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബാണല്ലോ. നമ്മൾ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു അറ്റ്മോസ്ഫിയറാണ് ഈ സ്ഥലത്തത്തെ. അപ്പോൾ അതൊക്കെ പറയായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഓരോ വീടുകൾ നല്ല ഒരു രസം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ എന്താ പറയുക, എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇല്ലതാനും. എന്താ പറയുക, കുറേ കാര്യങ്ങൾ നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് ഇതിനെ കണ്ടിട്ട്. പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ ടൗണിൽ ഉണ്ടായിരിക്കാം. കൂടുതൽ എനിക്കറിയാത്തതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും, പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർക്കൊക്കെ വരേണ്ടി വരും ഇവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടണമെങ്കിൽ എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടത്. അത് നമ്മൾ നേരെ പോയി ഈ വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെക്ക് പോസ്റ്റൊക്കെ കിട്ടും. അവിടുന്ന് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട്, പക്ഷെ അടിപൊളിയാണ് നടക്കാനുണ്ടെങ്കിലും. ആ ഒരു വില്ലേജിൽ കൂടെ പോയി ചെറിയ ഗ്രാമം, നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ. അപ്പോൾ നമ്മൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും അനിയന്മാരും ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്തു. അവിടെ ഇറങ്ങി കുറച്ച് നേരം ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വയസ്സായവർക്ക് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അവർ ഹാപ്പി ആയിരുന്നു, അവർ എൻജോയ് ചെയ്യണം. കാരണം അവർക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല. ഞാനും വിഷ്ണുവൊക്കെ ഒന്ന് കുറച്ച് നേരം ഉണ്ണീനെ അനിയൻ്റെയിലൊക്കെ കൊടുത്ത് ഞങ്ങൾ കൈയൊക്കെ പിടിച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമുണ്ടല്ലോ വീഡിയോ. നടന്നോ, ഞാൻ എടുക്കാം, അവിടെ തിരിയെടുക്കാം, അവിടെ തിരിയെടുക്കാറാ അങ്ങനെ സ്റ്റെപ്പ് പെട്ടെന്ന് എല്ലാവർക്കും നല്ല സ്റ്റെപ്പ് ഭയങ്കര ഉയരുന്നുണ്ട്. എനിക്ക് കാല് കാണിക്കണം. നല്ല രസമുണ്ടല്ലേ. നല്ല രസമുണ്ട്. ഹായ് ഈ സ്ഥലത്ത് കുറച്ച് പേര് ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് തരുന്നവരും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഓരോന്നായിട്ട് പൈനാപ്പിൾ ഉപ്പിട്ടത്, പിന്നെന്താ മാങ്ങ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ചേച്ചി എന്തോ ഒരു പാത്രത്തിൽ സംഭാരമോ അങ്ങനെ എന്തോ, സംഭാരമല്ല വേറെ എന്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അച്ഛൻ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കാണിച്ചു കൊടുത്തു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതേ ഈ ഒരു പൈനാപ്പിളും ഇതൊക്കെ മേടിച്ച് നമ്മൾ അവിടുന്ന് നടക്കുമ്പോൾ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു. ബബ്ലു
എനിക്ക് കഴിക്കാൻ പാടില്ലടാ. വീടൊക്കെ പറയണം ഹയർ പിടിക്കാനുള്ളതാണ്. എടുക്കട്ടെന്നാ. നടക്കാൻ പറ്റുമോ? എൻ്റെ ചെരുപ്പ് എന്താ പറയുക, ഒരു ലൂസും പിന്നെ ഹീൽഡ് ആയ കാരണം ബബ്ലൂന് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചീത്ത പറയട്ടാ. കാരണം എടുത്തിട്ട് നടക്കാനും പറ്റില്ല. ഒന്നാമത്തെ ഞാൻ വീഴാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവളെടുത്തിട്ട് അവൾക്ക് എടുക്കണം തന്നെ. അപ്പോൾ അവളുടെ താളത്തിന് തുള്ളണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു വിഷ്ണു. നല്ല സൗണ്ട് ഞാൻ കാണുന്നത് വെള്ളച്ചാട്ടം നേരെ കാണും. മോളിലേക്ക് നോക്കും. ആൾക്കാർ നേരെ പോണത് കുറച്ച് ഇവിടെയാണ് മാമൻ പറഞ്ഞത്. 50 രൂപ കൊടുത്തിട്ട് കണ്ടു. നമ്മളിപ്പോ 50 അല്ലേ കൊടുത്ത ഒരാൾക്ക്. അങ്ങോട്ട് എത്തണല്ലേ? അച്ഛനെ പറ്റിയതേ ചെക്കനാ. ചെക്കനിപ്പോ ഒന്നും മനസ്സിലാവില്ല. അതായത് അച്ഛൻ എന്ത് വേണമെങ്കിൽ പറയാം. കാല് നനച്ചാ പണിയാവില്ലേ? കൊല്ലം കൊടുന്നുണ്ട്. നനക്കട്ടാ. കുത്തി വേഗം എന്ത് ഇഷ്ടം വഴിക്കൂട്ടാ. അവിടെ ഒന്ന് പോയി നിക്കണ്ടട്ടാ. ഇതിനിറങ്ങണമെന്നുണ്ട്. ഇറങ്ങണ നല്ലതല്ലേ? നീ അവിടെ കാല് പൊട്ടിയില്ലേ? ഇതിലെടുത്തിട്ടേ എന്റെ മോറ് സുഖം.
നല്ല തണുപ്പാടാ. താത്തി പിടിച്ചിട്ട് തൊടിച്ചൊക്കെ താത്തി പിടിച്ചിട്ട് അതിന് ഇങ്ങനെ വയറും പിടിക്കാം കൈയും കാര്യം എന്തൊരു ചെയ്യാൻ നോക്കും അയ്യേ ഒന്നുമേ കണ്ടിട്ടോ എനിക്ക് ഏറ്റിട്ടാ നിർത്തിക്ക് മേലോതാക്കേ ലല്ലു ഒരു പോക്ക് നോക്ക് ചിരിച്ചിട്ട്. നീ ഇറങ്ങുന്നില്ലേ? ഇറങ്ങി പാന്റ് മടക്കി കൈ മുട്ടിക്ക് കൈ മുട്ടി ഫോണെടുത്തേക്ക്. പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വണ്ടിയിൽ വന്ന് കയറിയിട്ടാ. ഈ ഒരു വഴി തന്നെ നേരെ നടന്ന് പിന്നെ അതെടുത്തില്ല. അവിടുന്ന് അങ്ങനെ നേരെ നടന്ന് വന്ന് പിന്നെ ഈ ഒരു റൂട്ട് തന്നെ ഫുള്ള് തേയിലത്തോട്ടം. അങ്ങനെ നമ്മൾ ഫുള്ള് റിട്ടേൺ വീട്ടിലേക്ക് വരാനുള്ളൂ. അപ്പോൾ അതിരപ്പള്ളി വഴിയാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഈ ഒരു വഴിക്കാണ്. പിന്നെ ഫുഡ് കഴിക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു ടൈം ആയപ്പോഴത്തേനും എന്താ പറയുക, ബബ്ലു മൂഡൊക്കെ പോയി. ബബ്ലുവിന് ഈ വെള്ളത്തിൽ കളിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആൾക്ക് മതിയായി ഈ യാത്ര. പിന്നെ എല്ലാവരും കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ അങ്ങനെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ടൗണിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവൾക്ക് ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നീട് ഞാൻ വീഡിയോ എടുത്തില്ല. കുറേ കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവലിങ്, പിന്നെ വിഷ്ണു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അപ്പൂസ് ഓടിക്കും, പിന്നെ വിഷ്ണു ഓടിക്കും, പിന്നെ അച്ഛ ഓടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ മാറി മാറിയിട്ടാണ് ഓടിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഓരോ സ്പോട്ട് എത്തുമ്പോൾ നമ്മളിങ്ങനെ നല്ല ഭംഗിയുള്ള സ്പോട്ടൊക്കെ എത്തുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് റോഡിലിറങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് നേരെ ഇങ്ങനെ യാത്ര തന്നെ യാത്ര. അങ്ങനെ നമ്മുടെ ഉണ്ണി ഫസ്റ്റായിട്ട് ട്രാവൽ ചെയ്ത ദൂരെ യാത്ര ചെയ്തത് ഇവിടേക്കാണ് തോന്നുന്നുണ്ട്. അതിന് മുന്നേ വേറെ എവിടേക്കും ലോങ് ട്രിപ്പൊന്നും ഞങ്ങൾ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല, വേറൊരു ട്രിപ്പൊന്നും പോയിട്ടില്ല. ഈ ഇടയ്ക്കൊന്നും നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല. ഫുള്ള് എന്താ പറയുക, വീട്ടിലിരിക്കും അങ്ങനെ. പിന്നെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും, കാണാൻ പോകുന്നല്ലാതെ ലോങ് ആയിട്ട്, അതായത് ഇതുപോലത്തെ ട്രിപ്പ് വൺ ഡേ ട്രിപ്പൊക്കെ പോകുന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ നിന്നിട്ട് എവിടെ പോയി നിൽക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വല്യമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നല്ലാണ്ട് നമ്മൾ ട്രിപ്പായിട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിരപ്പള്ളി വഴിയാണ് വന്നത്. വരുമ്പോൾ ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ ആനേനെ കണ്ടിട്ടുണ്ട്. ഇത് കാട്ടുപോത്ത്, സോറി, ആനേനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ കുറച്ച് ദൂരത്തായിട്ട് തോന്നുന്നുണ്ട്. വീഡിയോയിൽ പെട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഏകദേശം 9 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. ഇവിടുന്ന്
നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 7:30 ആയപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് നേരെ 9 മണി 9:30 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങളൊന്ന് ഇനി വാൾപ്പാറൊക്കെ പോകുമ്പോൾ ഒന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആ ഒരു വാട്ടർഫാളിൻ്റെ കേട്ടോ. അത് കണ്ടുപിടിച്ചിട്ട് പൊക്കോളൂ. അതൊരു നല്ല സ്പോട്ടാണ്. അധികം തിരക്കൊന്നും റഷൊന്നും ഇല്ലാതെ കുറേ പേർക്കൊന്നും അറിയുണ്ടാവില്ല. നമ്മൾ പ്രാവശ്യം പോയപ്പോഴാണ് അത് എക്സ്പ്ലോർ ചെയ്യണത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഒരു മിനി എന്താ പറയുക, ഒരു വൈബ് മിനി എന്ത് സ്ഥലം എന്ന് പറയുക, ഒരു കുഞ്ഞ് സ്വർഗം. അടിപൊളിയാണ്. എന്തായാലും ഒന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറയുക, നിങ്ങൾ പോയിട്ടുള്ള വിശേഷങ്ങൾ പറയുക കേട്ടോ, പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോസ് ചെയ്യണത്. വീഡിയോസ് ഇടണം എന്നൊക്കെ ഉണ്ട്. ഈ വീഡിയോ തന്നെ ഇതിൽ കിടക്കുമ്പോൾ എന്നും ഇടണം റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷേ കൊടുക്കാനുള്ള സ്പേസ് കണ്ട ഉണ്ണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ. അവൻ എൻ്റെ പിന്നാലെ ഉണ്ടാവും ഫുൾ ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും നടക്കാറില്ല. പിന്നെ അപ്പോൾ അതിൻ്റേതായ ഓരോ തിരക്ക് കാരണമാണ് വീഡിയോസ് ഇടാത്തത്. ഉണ്ണിക്കിപ്പോൾ ഒരു വയസ്സൊക്കെ ആയി. അപ്പം അതിൻ്റേതായ തിരക്കുകൾ കാരണം ഞാൻ വീഡിയോസ് ഇടാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പുതിയ ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.